ദൈവം ഇടയാക്കുന്നു. ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതുതായി ആരെങ്കിലും ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള പ്രത്യേക സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്ന കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ മുഖങ്ങൾ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. അല്പസമയം നമ്മൾ ഒരുമിച്ച് വചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, ഞാൻ പറയാം, വചനം നമുക്ക് വേണ്ടി സംസാരിക്കും. നമുക്ക് വിഷമമുള്ള, നമുക്ക് ഭാരമുള്ള, നമുക്ക് പ്രയാസമുള്ള ചില മേഖലകളുണ്ട്. ആ ഇടങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം തരുന്നത് കർത്താവിൻ്റെ വചനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരുപക്ഷെ അടുത്തിരിക്കുന്ന ആരും തരുന്ന വാക്കുകൾ നമുക്ക് ആശ്വാസം തോന്നത്തില്ല. ആരും എന്ത് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കൊരു സമാധാനം തോന്നത്തില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ചില വചനങ്ങളില്ലേ, ഹല്ലേലൂയ, അത് നമ്മളെ ഭയങ്കരമായി ബലപ്പെടുത്തും. ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു വചനം, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു വാക്ക് കർത്താവിനെ നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. അതിനുവേണ്ടി കൊതിയോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി കർത്താവേ എനിക്ക് വേണ്ടി സംസാരിക്കണമേ, എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ, എൻ്റെ ആരോഗ്യത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വലിയ 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 വിടുതലുകൾ രാത്രി കർത്താവ് അയക്കും. പ്രാർത്ഥനയോടെ വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗം ആരെങ്കിലും വായിച്ചട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗം. ആൻറ്റി 1 ശമൂവേൽ 1-ാം പുസ്തകം അതിൻ്റെ 10-ാമത്തെ വേദഭാഗം. യെസ്, ആമേൻ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി വായിച്ച കുറിവാക്യം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗമാണ് വായിച്ചത്. ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മൾ ആ വേദഭാഗത്തിലേക്ക് അടുത്ത് നിങ്ങൾ എല്ലാവരും ഹല്ലേലൂയ ആ ഭാഗം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉള്ളവരെല്ലാവരും ഹല്ലേലൂയ ആ വചനത്തിലേക്ക് നോക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, 10-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനത്തിനകത്തു നിന്ന് കർത്താവിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വായിച്ച കുറിവാക്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. വളരെ ശാന്തമായി ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരയുന്ന, എന്തോ പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറഞ്ഞു, വളരെ ശാന്തമായി മനോവ്യസനത്തോടെ വളരെ കരയുന്ന ആരോ ഇതിനകത്ത് ഇന്ന് രാത്രിയുണ്ട്. ഒത്തിരി കരയുന്ന ആരോ, ശഖരമനഹദരിയ, ഒത്തിരി കരയുന്ന ആരോ. മനോവ്യസനമെന്ന് പറഞ്ഞ എന്തോ ഹല്ലേലൂയ, സഹിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി കർത്താവ് അവരെ തൊടാൻ തുടങ്ങുകയാ. കർത്താവ് അവരെ തൊടാൻ തുടങ്ങുന്നല്ലോ. എന്തോ ചിലരുടെ കരച്ചിലിന്റെ ശബ്ദം കർത്താവ് കേൾക്കുന്നു. ചിലരുടെ കരച്ചിലുകളെ
നാളെ എന്താകുമെന്ന്, നാളത്തെ ദിവസം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. നാളെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്തു മനോവ്യസനത്തോടെ കരയുന്ന ആരോ, മനോവ്യസനത്തോടെ കരയുന്ന ആരോ, എനിക്കറിയത്തില്ല, ആരുടെയൊക്കെയോ കണ്ണുകളിൽ നിന്ന് അറിയാതെ ഇന്ന് രാത്രി കണ്ണുനീർ തുള്ളികൾ ഒഴുകി വീഴുന്ന ഞാൻ കാണുന്നു. ഹൃദയം പൊട്ടുന്നത് പോലെയുള്ള ചില വേദനകൾ സഹിക്കുന്ന ആരോ ഇന്ന് രാത്രി അവരുടെ മേൽ ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം വീഴുകയാ. ഹല്ലേലൂയ. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം നിന്റെ വിടുതലുകൾ വേഗത്തിൽ വെളിപ്പെടാൻ തുടങ്ങുകയാ. നീ എത്ര ആഴമായി കരയുന്നുവോ, നീ എത്ര ആഴമായി നിലവിളിക്കുന്നുവോ, നീ എത്ര ആഴമായി മനോവ്യസനം അനുഭവിക്കുന്നുവോ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം ഇറങ്ങുന്നെന്ന് ഞാൻ പറഞ്ഞാൽ, ആരുടെയൊക്കെയോ കണ്ണുനീര് രാത്രി തമ്പുരാൻ തുടയ്ക്കുന്നല്ലോ. ആരുടെയോ കണ്ണുനീര് രാത്രി തമ്പുരാൻ തുടക്കുകയാ. ഹല്ലേലൂയ. കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവം, നിന്റെ കരച്ചിന് കാണുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പിശാച് നിന്നെ കരയിപ്പിക്കുക ഒരുക്കുന്ന സാഹചര്യങ്ങളെ ഇന്നു രാത്രി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ മാറ്റിയിട്ട് 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 നിന്റെ മേലൊരു ദൈവീക പ്രവർത്തികൾ മനോവ്യസനത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീടിനകത്ത് എല്ലാവരുടെ മുന്നിൽ നിനക്ക് കരയാൻ കഴിയുന്നില്ല. നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കരയാൻ കഴിയുന്നില്ല, ഭാര്യയുടെ മുന്നിൽ കരയാൻ കഴിയുന്നില്ല, മാതാവിന്റെ മുന്നിൽ കരയാൻ കഴിയുന്നില്ല, പിതാവിന്റെ മുന്നിൽ കരയാൻ കഴിയുന്നില്ല, നിന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിനക്ക് കരയാൻ പറ്റുന്നില്ല. പക്ഷെ അവരെല്ലാം കരച്ചില് കണ്ടാലും സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ നിന്റെ മനോവ്യസനം കണ്ട്, നിന്റെ മനോവ്യസനം കണ്ട് നിനക്ക് പരിഹാരം തരുവാൻ, നിനക്ക് പരിഹാരം തരുവാൻ എന്തോ എന്ന് രാത്രി ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാ. ആരുടെയൊക്കെയോ മനോവ്യസനത്തിലുള്ള പരിഹാരം, ആരുടെയൊക്കെയോ മനോവ്യസനത്തിലുള്ള പരിഹാരം ഇന്നു രാത്രി കർത്താവ് ഒരുക്കിക്കൊണ്ട് വരുന്നത് പോലെ. ഹല്ലേലൂയ. നീ കരയുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. നീ ഉള്ളം നൊന്തത് വെറുതെയല്ല. നീ കരഞ്ഞത് വെറുതെയല്ല. ആലയത്തിനകത്ത് ഹന്നേ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലയത്തിനകത്ത് ഹന്നേ നീ നെടുമ്പാട് വീണിട്ടുണ്ടെങ്കിൽ, ആലയത്തിനകത്ത് നീ മനോവ്യസനത്തോട് ഓടി കയറിയിട്ടുണ്ടെങ്കിൽ, ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ മേലൊരു വിടുതലുണ്ട്. നിന്റെ മേലൊരു വിടുതലുണ്ട്. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. കരച്ചിലുകൾ മാറുന്നു. ചില കൂടാരങ്ങൾക്കകത്തു നിന്ന് കരച്ചിലുകൾ മാറാൻ പോകുന്നല്ലോ. ചില കൂടാരങ്ങൾക്കകത്തു നിന്ന്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്, നിന്റെ ഫാമിലി ലൈഫിനകത്ത് ചില കരച്ചിലുകൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്റെ തലമുറയെ ഓർത്തുള്ള ചില കരച്ചിലുകൾ, മാതാവേ ചില തലമുറകളെ ഓർത്തു നീ മനോവ്യസനത്തോടെ കരയുന്നുണ്ടോ? ഇന്ന് രാത്രി സ്വർഗത്തിലെ കർത്താവിന്റെ കയ്യിൽ അതിനുള്ള പരിഹാരമുണ്ട്. നിന്റെ കരച്ചിലിന്റെ പരിഹാരം ആർക്കും തരാൻ കഴിയത്തില്ലെങ്കിലും ഉയരത്തിലെ തമ്പുരാന്റെ കരത്തിൽ, ഉയരത്തിലെ തമ്പുരാന്റെ കരത്തിൽ നീ കരഞ്ഞതിനുള്ള എൽക്കാനയ്ക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. എൽക്കാനയ്ക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ആലയത്തിലുള്ള പുരോഹിതന് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ മനോവ്യസനം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവളുടെ മനോവ്യസനം മനസ്സിലാക്കുന്ന, അവളുടെ മനോവ്യസനം മനസ്സിലാക്കുന്ന, അവളുടെ കരച്ചിലിന്റെ കാരണം തിരിച്ചറിയുന്ന, നീ കരഞ്ഞതിന്റെ കാരണം തിരിച്ചറിയുന്ന, നീ കരഞ്ഞതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഒരു കരത്തിലെ ചിലരുടെ വിഷയത്തിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങുന്നല്ലോ.
അസാധാരണമായ നിലയില. ഇനി നീ കരയേണ്ടി വരത്തില്ല. ആരോടാ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ? ഇനി കരയേണ്ടി വരത്തില്ല, ഇനി കരയേണ്ടി വരത്തില്ല. സന്ധി സിസ്റ്റർ സ്വീകരിച്ചോ? ഇനി കരയേണ്ടി വരത്തില്ല. മനോവ്യസനത്തോടെ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന, എങ്ങനെയെന്ന് ഓർക്കുന്ന മേഖലയില്ലേ? ഒത്തിരി കരയുന്ന മേഖലയില്ലേ? ആത്മാവ് തൊടുന്നല്ലോ. നിന്റെ മനോവ്യസനത്തിന്റെ പരിഹാരം, നിന്റെ കരച്ചിലിന്റെ പരിഹാരം. ശകരബലബ ശംദരാധന. 365 ദിവസവും നിനക്ക് കരച്ചിൽ മാത്രമല്ല, 24/7 നിനക്ക് കരച്ചിൽ മാത്രമല്ല. കരഞ്ഞാൽ റിസൾട്ട് ഉണ്ട്. ആമേൻ. കരഞ്ഞാൽ പരിഹാരം, മറുപടി ഉണ്ട് ദൈവമക്കളെ. ഹാലൽ. ഒരു പക്ഷേ ഈ കരയുമ്പോ ആർക്കും മനസ്സിലാകത്തില്ല, അടുത്തിരിക്കുന്ന നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അടുത്തിരിക്കുന്നവർക്ക് നിന്റെ കരച്ചിലിന്റെ നിന്റെ ആ വിഷയത്തിന്റെ ആഴം അറിയത്തില്ല. പക്ഷെ നിന്റെ വേദനയുടെ ആഴം അറിയുന്ന ഒരു കർത്താവ്. ഓ, ഇന്ന് രാത്രി ആരെയോ ആരെയോ ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ കരം ഇറങ്ങുന്നല്ലോ. ആരെയോ ചേർത്ത് പിടിക്കുന്ന, ഏതോ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ചില തലമുറകളെ ചേർത്ത് പിടിക്കുന്ന മാതാവേ, നിന്റെ തലമുറയോർത്ത് നീ രാത്രിയുടെ യാമങ്ങൾ കരയുകയാണോ? നിന്റെ കുടുംബജീവിതത്തെ ഓർത്ത് സഹോദരി നീ കരയുകയാണോ? നിന്റെ നാളത്തെ ദിവസം എന്താണെന്ന് ഓർത്ത് നീ കരയുന്നുണ്ടോ? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. അതിനകത്തു ദൈവത്തിന്റെ കരം ഇറങ്ങുന്നു. കണ്ണുനീര് തുടയ്ക്കുന്നു. ആരുടെയൊക്കെയോ കണ്ണുനീരുകൾ തമ്പുരാൻ തുടയ്ക്കുകയാകട്ടോ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നല്ലോ. ആരുടെയോ കണ്ണുനീരുകളെ തമ്പുരാൻ തുടയ്ക്കുകയാ. ഇവിടെ ഒരു സഹോദരി മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചോണ്ട് വളരെ കരയുക മാത്രമല്ല, ഇതിനിടയ്ക്ക് അവൾ വളരെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുകയാ. ഇന്ന് രാത്രി ഞാൻ പറയാൻ പറ്റേ, പ്രശ്നത്തിന്റെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, തകർച്ചയുടെ മധ്യത്തിൽ, കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് പോകുമ്പോ തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, നീ അയൽവക്കത്തോടി ചെന്ന് കരയണ്ട, മറ്റുള്ളവരോട് പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരയണ്ട. പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് നിന്റെ അപ്പനുമായി സംസാരിച്ചോണ്ട് കരയ. ആർക്കും തരാൻ കഴിയാത്ത ചില വിടുതലുകൾ. ഈ ഭാഗം ഒത്തിരി തവണ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് രാത്രി പിന്നെ പരിശുദ്ധാത്മാവിനോട് ഇത് പറയാൻ നിർബന്ധിച്ചത് കൊണ്ടാണ്. എന്തോ ആത്മാവിനോട് പ്രവചനാത്മാവി പ്രാരംഭത്തിൽ കൈമാറിയത്. മനോവ്യസനത്തോടെയുള്ള ആരോ ഇന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. മനോവ്യസനത്തോടെ ചില ദിവസങ്ങളായി കരയുന്ന ആരോ, മനോവ്യസനത്തോടെ ഹല്ലേലൂയ സങ്കടം സഹിക്കുവാൻ കഴിയാതെ കരയുന്ന ആരോ ഇന്ന് രാത്രി, കുഞ്ഞേ നിന്റെ കരച്ചിലിന്റെ മറുപടി, കുഞ്ഞേ നിന്റെ കരച്ചിലിന്റെ മറുപടി, കുഞ്ഞേ നിന്റെ വേദനയുടെ മറുപടി, കുഞ്ഞേ നിന്റെ സങ്കടത്തിന്റെ മറുപടി. എൽക്കാനയ്ക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ എന്തിനാ ഹന്നെ കരയുന്നേ? നീ എന്തിനാ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നേ? ഈ സഹോദരി പറയും, ഇതെല്ലാം ഉണ്ട്, ഭർത്താവ് എനിക്കുണ്ട്, സ്നേഹമുള്ള ഭർത്താവാ, എല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്ന ഭർത്താവാ. പക്ഷെ എന്നാലും ഇതൊന്നും കൊണ്ട് ഒതുങ്ങാത്തൊരു മനോവ്യസനം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എന്തോ ആത്മാവ് പ്രവചിക്കുന്നു, എല്ലാം ഉണ്ടായിട്ടും ഏതോ ഒരു കോണിനകത്ത് ശൂന്യമായി കിടക്കുന്ന ചില വേദനകൾ, ചില മനോവ്യസനങ്ങൾ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. നിന്റെ ആ മനോവ്യസനത്തെ കാണുന്ന, നിന്റെ ആ വേദനയെ കാണുന്ന ഫേബ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ആരെല്ലാം ഉണ്ടായിട്ടോ ഒരു സൈഡിൽ കിടക്കുന്ന മനോവ്യസനമില്ലേ, ആ വേദനയില്ലേ, ഹന്നായുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലൊരു മറുപടി.
ശകലമനഹന്തരാധരാജലാധനാരകക്ഷം അർത്ഥവനഘടകസിയാലബൗഡബാലവ. ഹല്ലേലൂയ. 2-3 മിനിറ്റുകൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ആ വേദനകൾ കർത്താവിനോടൊന്ന് പങ്കുവെച്ചാട്ടെ. എന്തോ ഇന്ന് മറ്റൊരു തലത്തിലേക്ക് മീറ്റിങ്ങിനെ കർത്താവ് കൊണ്ടുപോവുകയാ. ഈ സമയത്ത് നീ മനോവ്യസനത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും, എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും, ഒരു പ്രവചന ശബ്ദം ഞാൻ പറയാം, അടുത്ത ആഴ്ചയ്ക്ക് മുന്നേ നീ അത് കാണും. മിനി ഷാജി ആൻറ്റി വിശ്വസിച്ചോ? ആത്മാ പ്രവചിക്കുന്നു, കരയുന്ന ചില വിഷയങ്ങൾക്ക് ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ കർത്താവ് ചില വിടുതലുകളെ കൊണ്ടുവന്ന് നിന്റെ കരത്തിൽ തരുന്നല്ലോ, കൊണ്ടുവന്ന് നിന്റെ കരത്തിൽ തരുന്നു. ഈ ദൂത് പിടികിട്ടിയവരെല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, എല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആലയത്തിൽ ചെന്ന് ഒറ്റ നിലവിളിയ, ആലയത്തിൽ ചെന്ന് ഇവളുടെ മനോവ്യസനം മുഴുവനും ഇറക്കി വെക്കുകയാ. അവിടെ നാളുകളായി ഹൃദയത്തിൽ കൊണ്ടുവന്ന ആ വേദന, ആരോടും പറയാത്ത ആ വേദന, ഭർത്താവിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ആ വേദന, എന്തോ ഈ വേടുകളിലെല്ലാം ഭയങ്കര ഭയങ്കര ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ഭാര്യ പറയാൻ കഴിയാത്ത വേദന, നിന്റെ വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത വേദന, ഈ മിനിറ്റുകളിൽ നീ കർത്താവിനോട് ഷെയർ ചെയ്യുക, കർത്താവിനോട് ഷെയർ ചെയ്യുക, കർത്താവിനോട് ഷെയർ ചെയ്യുക. ഈ മിനിറ്റുകളിൽ നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതങ്ങൾ. നിന്റെ മനോവ്യസനത്തിന്റെ മറുപടി നാളുകളായി അടയപ്പെട്ട, നാളുകളായി അടഞ്ഞു കിടന്നത് തുറന്ന പോലെ. ആലയത്തിനകത്ത് നിലവിളിച്ച ഹന്ന, ആലയത്തിനകത്ത് മനോവ്യസനം ഇറക്കി വെച്ച ഹന്നയുടെ മറുപടി നാളുകളായി അടഞ്ഞു കിടന്ന ഗർഭപാത്രത്തെ തുറന്നെങ്കിൽ, നാളുകളായി അടഞ്ഞു കിടന്ന ഗർഭപാത്രത്തെ തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ, നീ ഏത് വിഷയത്തിന് കരയുന്നോ അതിന്റെ റിസൾട്ട് വേഗം തൊടുന്നു. ജെസിയാൻറ്റി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. നാളുകളായി കരയുകല്ലേ, കർത്താവ് മറുപടി തരാൻ പോകുകയാണ്. കർത്താവ് മറുപടി ഈ 72 കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഈ മിനിറ്റുകളിൽ നീ കരയുന്നതിന്റെ, ഈ മിനിറ്റുകളിൽ നീ ദൈവസന്നിധിയിൽ പറയുന്നതിന്റെ മറുപടി തുറക്കത്തില്ലെന്ന് പിശാച് എത്ര പറഞ്ഞാലോ, എത്ര അടച്ചു വെച്ചാലോ, അതിനെ തുറക്കുവാൻ, അതിനെ തുറക്കുവാൻ, അതിനെ തുറക്കുവാൻ ഇന്ന് രാത്രി നിന്റെ കരച്ചില്, ഇന്ന് രാത്രി നിന്റെ കരച്ചില്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്തോ എന്നോട് ആത്മാ പ്രവചിക്കുന്നു. ചിലരുടെ വീടുകൾക്കകത്ത് ഈ ടൈമുകളിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. വലിയ വലിയ വിടുതലുകൾ സംഭവിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തലമുറകളുടെ മേൽ ഇപ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് വലിയ വിടുതലുകൾ. നാളുകളായി ഇവൾ നന്മ കാണത്തില്ലെന്ന്, ഒരു ഉദരബലത്തെ കയ്യിലെടുക്കത്തില്ലെന്ന്, ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കത്തില്ലെന്ന്, ഒരമ്മയുടെ ലാളന കൊടുക്കാൻ കഴിയത്തില്ലെന്ന് പിശാച് ലോകവും ഒരുപോലെ വിധി എഴുതിയപ്പോ ഒറ്റ കരച്ചിലിനകത്ത്, ഒറ്റ നിലവിളിക്കകത്ത് അവളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ആരെല്ലാം നിനക്ക് നന്മ വരത്തില്ലെന്ന് പറഞ്ഞാലോ, ആരെല്ലാം നിന്നെ കുത്തി നോവിപ്പിച്ചാലോ, ആരെല്ലാം നിന്നെ സങ്കടപ്പെടുത്തിയാലോ, നിന്നെ സങ്കടപ്പെടുത്തിയവന്റെ മുന്നില്, നിന്നെ സങ്കടപ്പെടുത്തിയവരുടെ മുന്നില് നിനക്ക് വേണ്ടി ഒരു ദൈവമഹത്വം ഇറങ്ങുന്നു. ൂത് വിട്ടുകളയരുതേ, പിടിച്ചോടമേ.
നിന്റെ മനോവസനം കാണുന്നു. വത്സമ ജോൺസൺ ആൻറ്റി, മനോവസനം കാണുന്ന ഒരു കർത്താവുണ്ട്, മനോവസനം കാണുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെ പേരുകൾ പറഞ്ഞെനിക്ക് ആ പദം പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മനോവസന, നിങ്ങളുടെ ആമേൻ പറഞ്ഞ് നിങ്ങൾ ആ ദൂതിനെ അങ്ങനെ സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മനോവസനത്തിന്റെ പരിഹാരം ജയകുമാർ ഡിവൈസിക്കുന്ന കുടുംബമേ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, മനോവസനത്തിന്റെ പരിഹാരം, മനോവസനത്തിന്റെ റിസൾട്ട്. എന്നും നീ ദേശത്ത് മനോവസനത്തോടെ ഇരിക്കത്തില്ലെന്ന്, എന്നും നീ വിഷമിച്ചിരിക്കത്തില്ലെന്ന്, എന്നും നീ കരഞ്ഞോണ്ടിരിക്കത്തില്ല. നിനക്ക് സന്തോഷിക്കാൻ ഇടവരൂ. നിനക്കൊരു സന്തോഷം ഉണ്ടെന്നേ. നീയും ഒരു അമ്മ നീയും സന്തോഷിക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ. നീയും സന്തോഷിക്കുന്ന, മോളുകുട്ടി ആന്റി സ്വീകരിച്ചോ, നീ സന്തോഷിക്കുന്ന സമയം, നീയും ആനന്ദിക്കുന്ന സമയം, നിന്റെ കൊമ്പും ഉയരുന്ന സമയം. ഹല്ലേലൂയ. നീയും ഹല്ലേലൂയ. ഉടറബലബ ശംദരാദര വൈഡബാലബ. എന്നും നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രമല്ല, നിന്റെ കൂടാരത്തിനകത്തും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വരൂ. ഹല്ലേലൂയ. നാളുകളായി ഇവിടെ ഉദരം അടച്ചു കളഞ്ഞൊരു മേഖലയുണ്ട്. ഇവിടെ ഉദരത്തെ അടച്ചു കളഞ്ഞ് തലമുറ ഉണ്ടാകത്തില്ലെന്ന് മുദ്ര കുത്തി. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ പ്രാർത്ഥന കൊണ്ട് ചിലത് തുറക്കാൻ കഴിയും. വളരെ യഹോവയോട് പ്രാർത്ഥിച്ചു. എന്തോ എന്നോട് ആത്മാവ് പ്രവചിക്കുന്നു, പ്രാർത്ഥന കൊണ്ട് ചിലത് തുറക്കുവാൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് ചിലത് തുറക്കുവാൻ, പ്രാർത്ഥന കൊണ്ട് ചിലത് തുറക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ നാവിനകത്ത് അതിനുള്ള അധികാരത്തെ ആത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ മിനിറ്റുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അടഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ തുറക്കാൻ തുടങ്ങുകയാ. എന്തോ പരിശുദ്ധാത്മാവിനെ പ്രവചിക്കുന്നു, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ഭാരപ്പെടുന്ന, നാളത്തെ ദിവസം എന്താകുമെന്ന് ചിന്തിക്കുന്ന ചിലരുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവിന്റെ കരമിറങ്ങും. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ മേൽ ഇപ്പോൾ അസാധാരണമായ ചില വിടുതലുകളെ കർത്താവ് തുറക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കാൻ നിനക്കൊരു ഇടവില്ല, ചോദിക്കാൻ നിനക്ക് ആരുമില്ല, തന്ന് സഹായിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് പറയാനൊരു അപ്പനുണ്ടെന്ന്, നിനക്ക് ചെന്ന് പറയാനൊരു അപ്പനുണ്ടെന്നേ. ഹല്ലേലൂയ. ഓ, ദൈവം പ്രവർത്തിക്കുന്നല്ലോ, കർത്താവ് പ്രവർത്തിക്കുന്നു. മനോവസനം മാറുന്നു യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ മേൽ കിടക്കുന്ന വേദനകൾ ഇപ്പോൾ ഒരു മഞ്ഞുരുകുന്നത് പോലെ, ചില സങ്കടങ്ങൾ ഹല്ലേലൂയ അലക്സച്ച സ്വീകരിച്ചോ. ഹല്ലേലൂയ. ചില വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോന്ന് വെച്ചാ ഹല്ലേലൂയ. മഞ്ഞുരുകുന്നത് പോലെ ചിലത്, മഞ്ഞുരുകുന്നത് പോലെ ചിലത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം അതിന്റെ മേലൊരു വലിയ വിടുതൽ അയക്കുന്നു. ആത്മാ പ്രവചിക്കുന്നല്ലോ. ഹല്ലേലൂയ. വളരെ കരയുന്ന ചിലതിന്റെ മേൽ, വളരെ കരയുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരം ഇറങ്ങുന്നു, കർത്താവിന്റെ കരം ഇറങ്ങുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ഇറങ്ങുന്നു. ഒറ്റ നിലവിളി. ഹല്ലേലൂയ. ആലയത്തിൽ പോയി തൻ്റെ സങ്കടം മുഴുവൻ ഇറക്കി വെക്കുക. കാരണം വീടിനകത്തേക്ക് ഇവക്ക് ചെല്ലാൻ പറ്റത്തില്ല. ചെന്ന് കഴിഞ്ഞ ഹല്ലേലൂയ അവിടെ ഒരു സഹോദരി ഹല്ലേലൂയ തന്നെ അങ്ങ് വേദനിപ്പിക്കുക. ഈ വേദനയൊന്നും ഭർത്താവിനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഈ വേദനയൊന്നും ഹല്ലേലൂയ ആലയത്തിൽ നിൽക്കുന്ന പുരോഹിതന് മനസ്സിലാകത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, പലപ്പോഴും നിന്റെ സങ്കടം മനസ്സിലാക്കുവാൻ കഴിയാതെ പലരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ,
പലരും നിന്നെ ഒറ്റയ്ക്കാക്കുമ്പോ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ആരെയോ ഇന്ന് രാത്രി ചേർത്ത് പിടിക്കുന്നു. ഞാൻ കാണുന്നു നിങ്ങളുടെ കരങ്ങളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. നിങ്ങളുടെ ശരീരങ്ങളിൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. നിങ്ങൾ ഇരിക്കുന്ന റൂമുകൾക്കകത്ത് ഫ്ലോറ സെബാസ്റ്റ്യൻ ആന്റി ആത്മാവ് തൊടുന്നു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്കുള്ള മറുപടി നിന്റെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നു. നിനക്കത് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ നിന്നെ ഒതുക്കി കളയുന്ന ചില മേഖലകളിൽ ആത്മാവിനെ സ്വതന്ത്രമാക്കി വിടുന്നു. പ്രാർത്ഥിച്ച മറുപടിയുണ്ട്. ഒറ്റ കരച്ചില്. ഹല്ലേലൂയ. എൻ്റെ മനോവ്യസനം, ഹല്ലേലൂയ. എൽക്കാനെ ഹല്ലേലൂയ. എൻ്റെ മനോവ്യസനം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, എൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ ഒരു കർത്താവുണ്ട്. ഈ മനോവ്യസനം എന്ന് പറഞ്ഞ നാളുകളെ അടയപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതാ അവളുടെ വിഷമം. ഇതെങ്ങനെ തുറക്കുമോന്നും പുള്ളിക്കാരിക്ക് അറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം അറിയാം, എങ്ങനെങ്കിലും എൻ്റെ മനോവ്യസനത്തിന്റെ പരിഹാരം എനിക്ക് വേണം. ഹല്ലേലൂയ. മനോവ്യസനത്തിന്റെ മനോവ്യസനത്തിന് എനിക്ക് പരിഹാരം വേണം. എന്തോ ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ പരിഹാരം എനിക്ക് വേണമെന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചാരോ എന്നെ കേൾക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. എന്തോ ആത്മാവ് എനിക്ക് അങ്ങനെ ഒരു നിയോഗത്തെ തരുന്നു. എനിക്കൊരു ആ പദം പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വിഷയത്തിനകത്ത് എനിക്ക് പരിഹാരം വേണമെന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തിന് നിങ്ങളുടെ കരമുയർത്തിക്കോ. ഇന്ന് രാത്രി അതിന്റെ പരിഹാരം ഇന്ന് രാത്രി തമ്പുരാൻ വെളിപ്പെടുത്തി തരികയാ. ഹല്ലേലൂയ. പരിഹാരം വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ശാലിനി സിസ്റ്റർ, പരിഹാരം ഹല്ലേലൂയ അടുത്ത 24 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ എഴുതിയിട്ടോ ഇതോത് ഷാർപ്പായി ദൈവാത്മാവ് സംസാരിക്കുന്നു. അടുത്ത 24 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ നിന്റെ കൂടാരത്തിനകത്ത് നീ അത് കാണും. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന സകല മേഖലകളും ഈ രാത്രി തുറക്കുകയാ. അടഞ്ഞു കിടക്കുന്ന സകല മേഖലകളും, അടഞ്ഞു കിടക്കുന്ന സാമ്പത്തിക മേഖലകൾ ആർക്കൊക്കെയോ വേണ്ടി രാത്രി തുറക്കുന്നു. നാളുകളായി പിശാച് പൂട്ടി അടച്ചു വെച്ച് നിന്റെ കരത്തിനകത്ത് അത് നന്മ കാണാതെ, നിന്റെ കരത്തിനകത്തോട് ഒഴുകി വരാതെ അടച്ചു വെച്ച മേഖലകളിൽ രാത്രി തുറന്നു ഞാൻ. പ്രാർത്ഥിച്ചോ, തുറക്കുന്നല്ലോ. അടയപ്പെട്ടത് മുഴുവനോ ആലയത്തിനകത്തുനിന്ന് പുറത്തു പോയതിന് മുന്നേ അടയപ്പെട്ടത് അവിടെ തുറന്നെങ്കിൽ, അടഞ്ഞു പോയത് തുറന്നെങ്കിൽ ഹല്ലേലൂയ അവിടെ ശരീരത്തിനകത്ത് മാറ്റങ്ങൾ വന്നു. ഹല്ലേലൂയ. മനോവ്യസനം ഇറക്കി വെച്ച് കഴിഞ്ഞ, വളരെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ആരടഞ്ഞു ഹല്ലേലൂയ തുറക്കത്തില്ലെന്ന് പറഞ്ഞോ അത് മുഴുവനും തുറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഉദരത്തിനകത്തൊരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത്, നീ ഒരു അമ്മയാകത്തില്ലെന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു സന്തോഷം നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞത് ഹന്നയ്ക്ക് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ കരയുന്ന വിഷയം
അതെന്തുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നീ കരയുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ, അതിൻ്റെ മേൽ കർത്താവിൻ്റെ നീതി വെളിപ്പെടുന്ന കരയാനും പ്രാർത്ഥിക്കാനും മനസ്സുണ്ടെങ്കിൽ ദൈവിക വിടുതൽ അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. കരയാൻ മനസ്സുണ്ടോ, പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ, ദൈവിക വിടുതൽ കാണും. എന്നാ ശത്രു അടച്ചാലും, ഹല്ലേലൂയ, ഏത് വലിയ ശക്തി അടച്ചു വെച്ചാലും, എത്ര പ്രതികൂലത്തിനകത്ത് കൊണ്ട് മൂടി വെച്ചാലും, ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്കകത്ത് തുറക്കാത്ത ഒരു വാതിലുകളും ഇല്ലെന്ന്. പ്രാർത്ഥനയ്ക്ക് മുന്നിൽ വെളിപ്പെടാത്തതൊന്നും ഇല്ലെന്ന്. പ്രാർത്ഥനയ്ക്ക് മുന്നിൽ റഖസധരിയാതന. എനിക്കറിയത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി ശക്തമായി ഉയരാൻ പരിശുദ്ധാത്മ പ്രവചിക്കുന്നല്ലോ. പ്രാർത്ഥന ഇന്ന് രാത്രി നിങ്ങൾ ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കണം. ചില കൂടാരത്തിനകത്തൊക്കെ ചിലത് വെളിപ്പെട്ട് വരാൻ തുടങ്ങുന്നെന്ന് ആത്മ പ്രവചിക്കുന്നു. ചിലരുടെ ഭാവിയുടെ വഴികൾ വെളിപ്പെട്ട്. ഷീന ആൻ്റണി, നീ പ്രാർത്ഥിച്ചോ മോനെ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചിലത് തുറന്ന് ഈ ആഴ്ച ചില ഒത്തിരി വിടുതലുകൾ കാണാൻ പോവുക. പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ ഈ ആഴ്ച ചിലർ കാണാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ എന്തുണ്ട്? വിടുതലുണ്ട്. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് നമ്മൾ പഠിച്ചാൽ, ഈ വചനം എടുത്ത് ആരംഭം മുതൽ അവസാനം വരെ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, കരഞ്ഞാൽ അതിന് വിടുതലുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ആരെല്ലാം ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ടോ അവരെല്ലാം വിടുതലുകൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ നിലവിളിച്ചാൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഭാഗം പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കയറി വരിക. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഞാൻ തന്നെ വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗമാണ് വായിച്ചത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം മുതൽ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറയുകയാണേ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിൽ ആക്കുക, നീ മരിച്ചു പോകും. ഹല്ലേലൂയ. ഈ രാജാവിനോട്, ഹിസ്കിയ രാജാവിനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യമെല്ലാം നീ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. ഹല്ലേലൂയ. ഇത് കേട്ട എന്ന് പറയ്ക്കുക, ഇത് നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. വലിയ സന്തോഷകരമായ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. വലിയ സന്തോഷം, അല്ലാതെ നീ അടുത്ത പോസ്റ്റിങ്ങിലേക്ക് കയറുമെന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഈ രാജാവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, രോഗം പിടിച്ച് കിടക്കുന്ന രാജാവിനോട്, നീ മരിച്ചു പോകും, ഈ രോഗം കൊണ്ട് നീ മരിച്ചു പോകും. ആമേൻ. നീ ജീവിക്കത്തില്ല. വളരെ ചെറിയ പ്രായത്തിൽ ഈ ഭാഗമൊക്കെ വായിച്ചു വരുമ്പോൾ, ഹിസ്കിയാവ് രാജാവിനെ പറ്റിയൊക്കെ പഠിച്ചു വരുമ്പോൾ, വളരെ ചെറിയ പ്രായത്തിൽ രാജകസേരയ്ക്കകത്തേക്ക് കയറി വന്നൊരു വ്യക്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, തനിക്ക് ഒരു മരിക്കത്തക്ക രോഗം വരിക എന്ന് വെച്ചാൽ തൻ്റെ നിയോഗത്തെ തകർത്തു കളയുന്ന, തൻ്റെ ഹല്ലേലൂയ വാഗ്ദത്തത്തെ തകർത്തു കളയത്തക്ക നിലയിലുള്ള ഒരു രോഗം വന്നിട്ട് ഇവിടെ പ്രവാചകൻ മുഖാന്തരം പറയും, നീ മരിച്ചു പോകും. ഇത് കേട്ടപ്പോൾ ഹിസ്കിയ രാജാവ് എന്തോ എന്നറിയാമോ? ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ദൈവശബ്ദം, നീ മരിച്ചു പോകും. അപ്പോൾ പറയുകയാണേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. എന്താ പറഞ്ഞ? ഹിസ്കിയാവ്
ഏറ്റവും കരഞ്ഞു. ഈ ഭാഗം നിങ്ങൾ ഇന്ന് രാത്രി വായിക്കണം. ഏറ്റവും കരഞ്ഞു. ഈ ഒരു പദം ഹല്ലേലൂയ, കരച്ചിൽ, ആ പദമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹിസ്കിയാവ് എന്ത് ചെയ്തു? ഏറ്റവും കരയുക എന്ന് വെച്ചാൽ ഇത് കേട്ടപ്പോൾ ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ, എനിക്ക് കുറച്ച് നാളുകൂടെയൊക്കെ ഈ ഭരിക്കണമെന്നുണ്ട് എന്ന് വെച്ച് ഞാൻ വിശ്വസ്തയോട് നീതിയോട് നല്ലവനായിട്ടൊക്കെ ഇരുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തൻ്റെ നിരപരാധിത്വം, തൻ്റെ ഉള്ള അവസ്ഥ, താൻ കഴിഞ്ഞ കാലങ്ങളിലായിരുന്ന അവസ്ഥ പറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധി നിലവിളിച്ച് ഏറ്റവും കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏറ്റവും കരയുന്നതിന് വേണ്ടി അടുത്ത പദമായി എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ രാത്രി ഹല്ലേലൂയ പകലും ഹല്ലേലൂയ എന്നെ ഈ പദം ഒത്തിരി ചലിപ്പിക്കാൻ ഇടയായി. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടുപോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത് എന്തെന്നാ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. മരിച്ചു പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് നടുമുറ്റം വിടുന്നതിന് മുന്നേ, ഓ ഹല്ലേലൂയ, നടുമുറ്റം വിടുന്നതിന് മുന്നേ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന പ്രാണനെ തിരിച്ചു കൊണ്ടുവരാൻ, ഓ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന ചിലതിനെ തിരിച്ചു പിടിക്കാൻ. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആയുസിനെ തിരിച്ചു പിടിക്കാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന്. ഹല്ലേലൂയ. നീ എവിടെ തകരുമെന്ന് പറഞ്ഞോ, നീ എവിടെ ഇല്ലാതാകുമെന്ന് പറഞ്ഞോ, ഹല്ലേലൂയ അതിനെ തിരിച്ചു പിടിക്കാൻ. ഹല്ലേലൂയ. പ്രവാചകൻ നാടുമുറ്റം വിടുന്നതിന് മുന്നേ എന്ന് വെച്ചാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ അലശ കർത്താവിനെ വിളിച്ച് താഴെ ഇറക്കുന്ന പ്രാർത്ഥന. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് വെച്ചാൽ എൻ്റെ ആയുസ് തീരാതെ, എൻ്റെ മേ കിടക്കുന്ന നിയോഗം തീരാതെ, ഹല്ലേലൂയ എൻ്റെ പ്രാണനെ എടുത്തു കളയരുത്. ഹല്ലേലൂയ. ഒരു കാര്യമുണ്ട്, ഇത് പ്രാർത്ഥിക്കണമെങ്കിൽ ഹിസ്കിയാവ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു. ഇവിടെ ആ പ്രശ്നം. ഹല്ലേലൂയ. ഈ 3 കാര്യം ഓക്കെ ആകണം. നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുതേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ചിലപ്പോൾ മറുപടി ലഭിക്കാതെ വൈകി പോകുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചോ? അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ചിലതിനെ തുറക്കാൻ കഴിയാത്തത്? കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട നിയോഗങ്ങൾ, കേട്ട ദൈവശബ്ദങ്ങൾ ഇന്നും എവിടെങ്കിലും ഹല്ലേലൂയ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രവചിച്ച പ്രവാചകന്റെ കുറ്റമല്ല, ഹല്ലേലൂയ ദൈവശബ്ദത്തിന്റെ കുറ്റമല്ല. ഹല്ലേലൂയ എവിടെയോ നിനക്ക് പോയി പറ്റിപ്പോയത് ചിലത് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പാ, എവിടെങ്കിലും എൻ്റെ വിശ്വസ്തത കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ഞാൻ നിനക്ക് പ്രസാദമാകാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും എൻ്റെ എൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിന് ഞാൻ തയ്യാറാണെന്ന്. ഒരു മടങ്ങി വരവിന് തയ്യാറാണെന്ന് എന്തോ ഇത് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. ഞാൻ എഴുതി വെച്ചിരുന്ന ഭാഗമല്ല, പക്ഷെ എന്നോട് എന്തോ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? അടഞ്ഞു പോയത് തുറക്കണോ? അടഞ്ഞു പോയ വാതിലുകൾ നിനക്ക് തുറക്കണോ? ഹല്ലേലൂയ. എവിടെങ്കിലും കിടക്കുന്ന വാഗ്ദത്തങ്ങൾ, അല്ല ചിന്നിച്ചിതറി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഒരു സൈന്യമായി എഴുന്നേൽക്കണോ? കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ നിന്റെ ഹല്ലേലൂയ കുറവുകളൊന്ന് പറയാൻ. അപ്പന്റെ വീട്ടിൽ നിന്ന് സകലവും നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ, എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം അവസാനിച്ച് അവസാനം ഹല്ലേലൂയ പന്നിയുടെ ആഹാരം പോലും കിട്ടാതെ വന്നപ്പോ അവന് സുബോധം വന്നു.
എന്തോ ആത്മാവ് മറ്റൊരു തലത്തിലേക്ക് ഇന്ന് രാത്രി മീറ്റിങ്ങിനെ കൊണ്ടുപോകുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ നിലവിളി, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. നിന്റെ കയ്യിലെ പണമല്ല ദൈവത്തിന് ആവശ്യം. ദൈവനാമത്തിന് കൊടുക്കണം, അതൊക്കെ. ഹല്ലേലൂയ. നിന്റെ കയ്യിലെ, ഹല്ലേലൂയ, നിന്റെ വസ്തുവകൾ, നിന്റെ അങ്ങനല്ല തമ്പുരാൻ ആവശ്യം. ഏകാഗ്രതയോടെയുള്ള നിന്റെ ഹൃദയവാ ദൈവത്തിന് ആവശ്യം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പരിപാടി ഇന്ന് നിർത്തിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഇതൊന്നോർക്കണമെന്ന്. ഹിസ്കിയാവ് ഒറ്റ കരച്ചിലും പ്രാർത്ഥനയാ. ഇത് പ്രവചനം പറഞ്ഞിട്ട് നാടുമുറ്റം വിടുന്നതിന് മുന്നേ പ്രവാചകനെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ ഇന്നു രാത്രി എന്തോ ചിലരുടെ വീടിനകത്ത് വിടുതലുകൾ സംഭവിക്കുകയാ. ഇന്നു രാത്രി ചില വിടുതലുകൾ സംഭവിക്കുകയാ. പിശാചിനി അവസാനിച്ചെന്ന് പറഞ്ഞിടത്ത്, പിശാചിനി തീർന്നെന്ന് പറഞ്ഞിടത്ത് തമ്പുരാൻ ചിലത് ആരംഭിക്കുന്നു. നിന്റെ പ്രാർത്ഥന കൊണ്ട് പുതിയത് ചിലത് ആരംഭിക്കുകയാ. നിന്റെ പ്രാർത്ഥന കൊണ്ട് പുതിയത് ചിലത് ആരംഭിക്കുകയാ. ഹലോ, ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇയാള് കേറി പിടിച്ച റേഞ്ച് എന്താണെന്നറിയോ? 15 സംവത്സരം. ഓ ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥന കൊണ്ട് പിടിച്ച റേഞ്ചാ 15 സംവത്സരം എന്ന്. ഹല്ലേലൂയ. പിടി കിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന ആ റേഞ്ചിൽ കയറുന്നെങ്കിൽ, ആ റേഞ്ചിൽ പിടിക്കുന്നെങ്കിൽ, ഇന്ന് നീ അവസാനിക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ മുന്നിൽ 10-15 സംവത്സരം പിന്നെയോ ഇവൻ രാജാവായിരുന്നെന്ന്. ഹല്ലേലൂയ. ഹിസ്കിയാവിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ഭാഗം പറയാനുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ആ ഭാഗം ചിന്തിക്കും. ആമേൻ. ഒറ്റ പ്രാർത്ഥന. ഇന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ, ചില ദൂതുകളെ തിരിക്കാൻ, ചിലതിനെ തിരിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നേ. ഹല്ലേലൂയ. ചിലതിനെ തിരിക്കാൻ അതിന്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ വന്നിട്ട് പറയുകയാ, യഹോവയുടെ, ഓ ഹല്ലേലൂയ, 5-ാമത്തെ വാക്യം, നീ മടങ്ങിച്ചെന്ന എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവവുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ആമേൻ. അടുത്തത്, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മരിക്കാൻ കിടക്കുകയാണേ, നോക്കിക്കേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അടുത്ത 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകൂ, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. അടുത്ത ദൂത്, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. ആയുസ് മാത്രമല്ല, അടുത്തൊരു നിയോഗം കൂടെ നിന്റെ മേൽ. ഓ ഹല്ലേലൂയ. എന്തോ ആത്മാ പ്രവചിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ പ്രാർത്ഥന വാചകങ്ങൾക്ക്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ വിളിച്ചു വരുത്താൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഇപ്പൊ കാണാൻ കഴിയാത്ത ചിലത്, നിന്റെ കൺമുൻപിൽ വെളിപ്പെടാത്ത ചിലത്, ഹല്ലേലൂയ, പിശാച് നിന്റെ കൺമുൻപിൽ കാണിക്കത്തില്ലെന്ന് പറഞ്ഞത് എനിക്കറിയാം. ഈ മിനിറ്റുകളിൽ ഈ അന്തരീക്ഷത്തെ ഭയങ്കരമായി, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹാലേലൂയ. ഒത്തിരി 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 ഞാൻ ഹാലേലൂയ സന്തോഷത്തോടെ പറയുകയാ, ഈ അന്തരീക്ഷത്തിനകത്ത് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഈ ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുന്നേ എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ തലമുറകളുടെ മേൽ ചില മാറ്റങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേർ എന്നോട് ചേർന്ന് ദൂതിനെ പിടിക്കുന്നുണ്ട്? ആന്റി സ്വീകരിച്ചോ? ക്ഷീണിച്ചിരിക്കുന്ന മേഖലയില്ലേ, കരഞ്ഞ മേഖലയില്ലേ, അതിനകത്ത് ഈ ചില പ്രാർത്ഥനാ വാചകങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന്, ചിലത് ചെയ്യാൻ കഴിയുമെന്ന്, ചിലത് ചെയ്യാൻ 2-3 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹാലേലൂയ. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഹാലേലൂയ ചിലതിനെ തിരിച്ചു പിടിക്കുന്ന, ഹന്ന നിലവിളിച്ചതുപോലെ ചിലതിനെ തുറക്കുന്ന, ചിലതിനെ തുറക്കുന്ന, ചിലതിനെ തുറക്കുന്ന. ഓ, ഇന്ന് രാത്രി ആരുടെയോ വാഗ്ദത്തങ്ങൾ തുറക്കുന്നു, ആരുടെയോ വാഗ്ദത്തങ്ങൾ തുറക്കുന്നു, ആരുടെയോ ശുശ്രൂഷകൾ തുറക്കുന്നു, ആരുടെയോ തലമുറയുടെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ തുറക്കുന്നു. ഓ ഏഞ്ചല ജോൺ സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അസാധാരണമായ ദൈവ സാന്നിധ്യം തൊടുന്നല്ലോ. അസാധാരണമായ ദൈവ സാന്നിധ്യം ശക്തിയോടെ ആ ശരീരത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് ചില രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകുന്നു. ആയുസ്സിന് നേരെ, പ്രാണന് നേരെ, ആരോഗ്യത്തിന് നേരെ പിശാചിട്ട ചില പ്ലാനുകൾ ഇന്ന് രാത്രി ചില പ്രാർത്ഥനയിൽ പൊട്ടിക്കുകയാ. നിന്റെ പ്രാർത്ഥനയിൽ പൊട്ടിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ യാത്രകളിൽ അപകടങ്ങൾ ഒരുക്കി വെച്ച് നിന്റെ പ്രാണനെ തകർക്കാൻ നോക്കുന്ന രണ്ടു പേരുടെ പ്രാർത്ഥനയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഒന്ന് അടഞ്ഞത് തുറക്കുന്ന പ്രാർത്ഥന, ഒന്ന് അടഞ്ഞത് തുറക്കുന്ന പ്രാർത്ഥന, രണ്ട് അവസാനിച്ചത് പറഞ്ഞതിനെ തിരിച്ചു പിടിക്കുന്ന പ്രാർത്ഥന. ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട് ഈ രണ്ടും നിങ്ങളുടെ വീടുകൾക്കകത്ത് സംഭവിക്കും. കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ ഷിനുവാന്റി സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ചലിക്കും കേട്ടോ. ഈ ദൂത് ചില ഏരിയകളിൽ പ്രവർത്തിക്കോ. ഈ ദൂത് ചില മേഖലകളിൽ ഹല്ലേലൂയ, ഈ ദൂത് ചില മേഖലകളിൽ ലേറ്റ് ആക്കുന്ന ചില മേഖലകളെ ഹല്ലേലൂയ ഫാസ്റ്റ് ആക്കുന്നു. ലേറ്റായ ചില പേപ്പറുകൾ ഫാസ്റ്റ് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേലത് ഇപ്പോൾ അസാധാരണമായി തുറക്കുകയാ. ലേറ്റായ ചില രാജ്യങ്ങളുടെ വാതിലുകൾ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. മനോവ്യസനത്തോടെ ഒരാൾ കരയുന്നു. ഹല്ലേലൂയ. അടഞ്ഞത് തുറക്കുന്നു. രണ്ടാമത് പറഞ്ഞു, മുഖം ചുവരോട് ചേർത്ത് കരയുന്നു. ഹല്ലേലൂയ. ആയുസ്സിനെ തിരിച്ചു പിടിക്കുന്നു. ഇന്നു രാത്രി ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മേൽ കർത്താവ് ഇത് തുറക്കാൻ തുടങ്ങുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൽബിൻ മാത്യു എടിവെച്ചിരിക്കുന്ന മോനെ, ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു. നിന്റെ ബലഹീനതയ്ക്കകത്ത് നിന്റെ പ്രാർത്ഥന ചിലതിനെ ബലമുള്ളതാക്കുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നീ ഒരു ബലഹീനനാ. ഹല്ലേലൂയ. പല മേഖലകളിലും നിന്നെ മാറ്റി നിർത്തുന്ന ചില മേഖലകൾ നിന്റെ പ്രാർത്ഥന ചില മേഖലകളിൽ മുന്നിൽ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മകന്റെ മേൽ അത് തുറന്നു വരട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ
ഇവരുടെ മേൽ ഈ പ്രാർത്ഥനയുടെ ഭയങ്കരമായ ഒരു പോർട്ടൽ ഓപ്പൺ ആകട്ടെ. അടഞ്ഞു കിടക്കുന്നതിനെ തുറക്കുന്ന പ്രാർത്ഥന. ഹോ റീകാബസന്തര പ്രഭാരിയ ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്നതിനെ തുറക്കുന്ന ഇവരുടെ കൂടാരങ്ങൾക്കകത്തത് ഈ ആഴ്ചകളിൽ തുറക്കട്ടെ. അടുത്ത 5 ഡേയ്സിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്താട്ടെ. വിടുതലയക്കുന്ന പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവരുടെ മേലും ഈ വചനം ചലിച്ചിറങ്ങട്ടെ. അങ്ങ് അത്ഭുതം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി സന്തോഷത്തോടെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളെ കർത്താവ് അത്ഭുതകരമായി നടത്തും. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ തുറക്കും. ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. 2, ഹല്ലേലൂയ. അവസാനിച്ചെന്ന് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥനയിൽ ആരംഭിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ ആരംഭിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഹല്ലേലൂയ ഈ 2 ഭാഗവും നിങ്ങൾ വായിക്കുക. കർത്താവ് നിങ്ങളോട് ഇതിലും ശക്തമായി സംസാരിക്കും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വരുന്ന ആഴ്ചയിലും നമ്മൾക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയെ സ്നേഹത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് ഇടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകമായ സാക്ഷിവാചകങ്ങൾ എന്തെങ്കിലും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത വിടുതലുകൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. ഒരുമിച്ച് നമ്മൾക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ആ ടൈം ഞാനിപ്പോൾ അതിനുവേണ്ടി വേർതിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ.